സംസാരിക്കുന്നതെന്ന് അറിയോ? ഹലോ ഹായ് ഞാൻ ഷമീം. ഇന്നത്തെ എപ്പിസോഡ് എന്താ? ഇന്നത്തെ എപ്പിസോഡ് പിന്നെ നല്ലൊരു ഡെസേർട്ടാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു ഡിഫറെൻറ്റ് സാധനമാണ്. അത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പല സമയങ്ങളിലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നമുക്കന്ന് ആ ഉണ്ടാക്കുന്നതിലേക്ക് പോവാം, പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് പോവാം. ഞാനിവിടെ ഓരോന്നോരോന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ കെമിസ്ട്രി, ഇറ്റ്സ് എ സയൻസ്, ഇറ്റ്സ് എ ബേക്കിംഗ് റിലേറ്റഡ് സാധനമാണ്. അപ്പോൾ ഫുൾ മെഷർമെൻറ്റ്സ് പക്ക ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് പോവാം. ഇപ്പോൾ 2 കപ്പ് മൈദ ഇടുന്നുണ്ട്. ഷുഗർ പൗഡർ. നിങ്ങളടുത്ത് കാസർ ഷുഗർ ആണെങ്കിൽ അതിട്ടാലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ അതില്ല, പൗഡേർഡ് ഷുഗറാണുള്ളത്. അതൊരു 1.5 കപ്പാണ്. അപ്പോൾ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നുള്ളത് ബട്ടറാണ്. ബട്ടർ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പിന്ന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 1 കപ്പിന് ഇട്ടോളൂ. പാലും എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാല്. ഒരു പിഞ്ച് സാൾട്ട്, ഒരു പിഞ്ച് ഇതാ ഇത്ര വേണ്ട കേട്ടോ. ഇല്ല, 2 അനൂഷ് പറഞ്ഞു തന്നെ കേട്ടോ, മുട്ട 2. അപ്പോൾ ബേക്കിംഗ് പൗഡർ 3.25 ടീസ്പൂൺ കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇടാം. ഇത് പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ബീറ്റ് ചെയ്യുക. ഈ ഒരു പിന്നെ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയൽ ഒരു യെല്ലോ കേക്ക് എന്ന് പറയാറുണ്ട്. ആ യെല്ലോ കേക്കിൻ്റെ മിക്സാണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു മിക്സ് നിങ്ങൾക്ക് പല സാധനങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം ഇടുക, ഒരു 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സോളം, 30 അതിൻ്റെ മുകളിൽ. ഞാനിപ്പോൾ 35 മിനിറ്റ്സ് ഇടുന്നത്, നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് നിങ്ങളുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് OTG ആണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഇങ്ങനത്തെ കേക്കിൻ്റെ ബേസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവറിന്, ഇപ്പോൾ ഇതിൽ ഫ്രൂട്ട് ഫ്ലേവേഴ്സ് കണ്ടമാനം, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും സ്ട്രോബെറി, അതല്ലെങ്കിൽ പൈനാപ്പിൾ, അതല്ലെങ്കിൽ മാംഗോ, ഇങ്ങനെയുള്ള കുറേ മിക്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതിന് പിന്നെ ടോപ്പിംഗ് ആക്കിയിട്ട് കൊടുത്തിട്ട് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ചീസിൻ്റെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പിന്നെ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബട്ടർ വിട്ടിട്ട് യെസ്, നിങ്ങളിപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിതിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ പിന്നെ ചെറിയ പോർഷനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെറിയ പോർഷൻ്റെ സൈസിലേക്കുള്ള നേരെ എല്ലാം ഹാഫ് ചെയ്തിട്ട് നേരെ ഹാഫ് ഇപ്പോൾ 2 മുട്ടക്കൊക്കെ 1 മുട്ട ഇടുക. അതേപോലെ തന്നെ ബാക്കിയുള്ള കപ്പുകൾ ഓരോ കപ്പുകളായിട്ട് കുറക്കുക. അങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗവും ഒരു അൺഈവൻ ആക്കുക. അൺഈവൻ ഓക്കെ. ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്ത മിക്സിങ് നമുക്ക് ഒരു ക്രീം ചീസിൻ്റെ ഒരു മിക്സിങ് ഉണ്ട്. അത് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറേണ്ടതാണ്. അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അത് വന്നാൽ ഇതിൻ്റെ ടോപ്പ് നല്ല ഒരു ക്രിസ്പിയിൽ വരേണ്ടതാണ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ക്രീം ചീസ് ഒരു കപ്പ് ഏകദേശം ഒരു 230 ഗ്രാമോളം വേണം കേട്ടോ. അതെടുത്തിട്ടു. അതേപോലെ തന്നെ നമ്മളെ പൗഡേർഡ് ഷുഗർ ഇതിൻ്റെ കൂടെ വേണം. ഒരു മിനിറ്റ്, ഇത് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 2 കപ്പ് പൗഡേർഡ് ഷുഗറും അതേപോലെ തന്നെ ക്രീം ചീസ്, പിന്നെ കുറച്ച് വനില എക്സ്ട്രാക്റ്റ് കേട്ടോ. അപ്പോൾ വനില എക്സ്ട്രാക്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മതി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓർത്ത് എന്താ ഒരു സാധനം എന്തോ മിസ്സിങ് ഉണ്ടല്ലോ എന്നല്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഓർമ്മ. മുട്ട ഇട്ടിട്ടില്ല എന്നല്ലേ, ഒരു മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ആദ്യത്തെ മിക്സിങ് നന്നായി ബീറ്റ് ചെയ്യണം. രണ്ടാമത്തത് നമ്മൾ ആ ഒരു മിക്സിങ് നന്നായിട്ട് ആകുന്ന വിധത്തിൽ മാത്രം മതി. ഓവറായിട്ട് വെച്ചാൽ ആദ്യത്തേൽ മുട്ട നന്നായി ബീറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ആ മുട്ട പിന്നെ എന്താ പറയുക കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ, ഒന്ന് പൊന്തി കിട്ടുള്ളൂ. ഇത് നമുക്ക് ഓവറായിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. ഒന്ന് കറക്റ്റ് അതിൽ സെറ്റായാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് കൊടുക്കാം.
ഓക്കെ, ഞാനിത് ഫുള്ള് എഡ്ജിലേക്ക് ഇങ്ങനെ എടുത്തിട്ടില്ല, ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനിടാം. ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവന്. നമുക്ക് 35 മിനിറ്റ് 180 ഡിഗ്രിയിലാണ്. അപ്പോൾ അത് ഓൾറെഡി വെച്ചതാണ്, നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. ഇതാവാ ഇപ്പോൾ നമ്മളെ യെല്ലോ കേക്ക് ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ഓവനിൽ ഇടുന്ന സമയത്ത് 35 to 40 മിനിറ്റ്സ് എന്തോ ഇങ്ങനെ പറഞ്ഞേ. പക്ഷെ അതല്ല സമയം, നമുക്ക് 1.25 മണിക്കൂർ എടുത്തു. എന്നുവെച്ചാൽ ഞാൻ ഇതിൻ്റെ കളേഴ്സ് കണ്ടില്ലേ, അത് പ്രത്യേകം പറയാനുള്ളതാണ്. ഓരോ ഓവനും ഓരോ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള അവന് അങ്ങനെയല്ല, OTG ആണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ തൊടുമ്പുള്ളിൽ ഈ ടെക്സ്ചർ കണ്ടില്ലേ, അത് നല്ല കറക്റ്റാണ്. ഞാൻ ഈ കളേഴ്സ് കണ്ടിട്ട് അതിനനുസരിച്ചാണ് ഇത് എടുത്തത്. എന്നിട്ട് ലാസ്റ്റ് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയിട്ട് നോക്കി അത് സ്മൂത്താണോ നോക്കി, സ്മൂത്താണ്. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് വേർഷൻ കാണാം. ഇത് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഇതിൽ വന്നതാണ്, നടുവിൽ എന്ന് പറയുന്നത് നമ്മുടെ ചീസിൻ്റെ സംഭവങ്ങളാണ്. ഓക്കെ, നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. കണ്ടിട്ട് കിടിലം യെല്ലോ കേക്ക് വിത്ത് ചീസ്. അപ്പോൾ യെല്ലോ കേക്കിൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞ ചീസിന് പകരം വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഈ സെൻറ്ററിലായിരിക്കും ആ പോർഷൻ വന്നിട്ടുണ്ടാവുക. അത് ഇതിനേക്കാൾ ലുക്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അനൗഷ് ഉണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് ഓവനിൽ ഇട്ട സമയത്ത് പിന്നെ ഓനിക്ക് നാളെ എക്സാം ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഇത് ആൾ പോയിട്ടുള്ള പെർഫെക്റ്റ്. അടിപൊളി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പോൾ പറയാം. പുറത്തെ ലെയർ നല്ല ക്രിസ്പി ആട്ടോ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല സാധനം കാണുമ്പോൾ അനൗഷ് ഇല്ലാണ്ടായിപ്പോൾ. അനൗഷിന് ഇഷ്ടമാവും ഈ സാധനം, എന്തായാലും അവൻ്റെ ടേസ്റ്റിന് പറ്റിയതാണ്. എന്തായാലും ഞാൻ കഴിക്കാം. ഇതിന് ശേഷം വരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ലാവ കേക്കാണ്. ഭയങ്കര സൂത്തൻ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന ടൈപ്പ് ഓഫ് ലാവ കേക്കാണ്. ആ പുറത്തെ ഭാഗം മാത്രം ഇങ്ങനെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ടുണ്ടാവും, ഉള്ളിൽ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന സാധനമാണ്. അത് വിത്ത് ഐസ്ക്രീം. അടുത്ത എപ്പിസോഡ് മറന്നു പോകണ്ട, അത് ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ്, അത് അടുത്ത എപ്പിസോഡിൽ കയറും. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, മറന്നു പോകണ്ട. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ. എന്നുവെച്ചാൽ പുറം ഭാഗം നല്ല ഇതിൻ്റെ ടോപ്പ് ലെയർ ഇങ്ങനെ ഒരു ചെറിയൊരു ചുയി ക്രഞ്ചി ആയിരിക്കും. ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വെച്ചാൽ ഉമ്മാക്കൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കുംസ് എന്നൊക്കെ പറയും. ആ കുംസല്ല, ഇങ്ങനെ അതെന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക്. അപ്പോൾ ഈ സാധനമൊക്കെ അധികം ഇഷ്ടപ്പെടും. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്താണെന്നറിയോ, ഈ സ്പഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചീസിൻ്റെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ മുകളിൽ ആ ഒരു ടോപ്പ് ലെയർ ഇങ്ങനെ ക്രഞ്ച് വരും. പിന്നെ ഒരു സോഫ്റ്റ് സ്വീറ്റ് ആ ചീസിൻ്റെ അത് കിടിലെന്ന് തന്നെ കേട്ടോ. ഈ സ്പഞ്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇവിടെ സ്പഞ്ച്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് അടിപൊളി. ഇതിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോ. 1.25 മുതൽ 75 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ നിങ്ങളിതിന് കുക്കിംഗ് ടൈം കാണണം. നല്ല മിൻറ്റ് ടീ വിത്തൗട്ട് ഷുഗറിൽ ഉള്ള അത് കിട്ടണം ഇതിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ, കിടിലം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാനിടുന്ന് വിട പറയാണ്. അടുത്ത എപ്പിസോഡ് മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ.